ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? 5 കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തേത് സ്കൂളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മാത്തമാറ്റിക്സ്, കണക്കിന് നല്ല പ്രാധാന്യമുണ്ട്. അൽജിബ്ര, ജിയോമെട്രി, ട്രിഗ്നോമെട്രി, കാൽക്കുലസ് പോലുള്ള സബ്ജക്റ്റുകൾ. സയൻസ് മാറ്റേഴ്സ് എന്നുള്ള കാര്യമാണ്. ഫിസിക്സ്, കെമിസ്ട്രി എസ്പെഷ്യലി. അതോടൊപ്പം കമ്മ്യൂണിക്കേഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. രണ്ടാമത്തെ കാര്യം യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ്. ബാച്ചിലർ ഓഫ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, BSc ഇൻ എയറോനോട്ടിക്കൽ സബ്ജക്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം കോഴ്സ് വർക്കുകൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, മെക്കാനിക്സ്, എയറോഡൈനാമിക്സ്, പ്രൊപ്പൽഷൻ ഡിസൈൻ പോലുള്ള സബ്ജക്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. അതോടൊപ്പം മാസ്റ്റേഴ്സ് പ്രോഗ്രാം എടുക്കുകയാണ് ഇൻ എയറോനോട്ടിക്സ് എങ്കിൽ കൂടുതൽ നല്ലതാണ്. മൂന്നാമത്തെ കാര്യം എന്നുള്ളത് എക്സ്പീരിയൻസ് നേടുക എന്നുള്ളതാണ്. ഇന്റേൺഷിപ്സും ഫ്രീലാൻസ് പ്രോഗ്രാമുകളിൽ കൂടി. നാലാമത്തത് ലൈസൻസ് നേടുക, അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയ എഞ്ചിനീയറിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുക എന്നുള്ളതും. അഞ്ചാമത്തെ കാര്യം സ്റ്റേ അപ് ടു ഡേറ്റ് ആൻഡ് റെലവന്റ് എന്ന കാര്യമാണ്.